2, 1, go. ഇതേപോലെ അടിക്കുമ്പോൾ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണമെന്നുള്ളതാണ് നോക്കാൻ പോണത്. നമ്മുടെ ഷോൾഡറിന് താഴത്തോട്ടുള്ള അടിയാണെന്നുണ്ടെങ്കിൽ ഇൻസൈഡ് കിക്ക് അടിച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ അടിക്കുന്ന സമയത്ത് ആൾ പടി പിടിച്ചേക്കണ കൈയിൻ്റെ ഭാഗത്തേക്ക് ഇൻസൈഡ് കിക്ക് അടിക്കുക. ഇതേപോലെ ഇൻസൈഡ് അടിച്ച് തെറിപ്പിക്കുക. അതാണ്, അത് ബ്ലോക്കാണ് ഉദ്ദേശിക്കുന്നത്. അടിച്ച് തെറിപ്പിക്കുക, അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ കാണിച്ചു തരാം. ഇത്രയുള്ള സംഭവം. ഒറ്റ പീസിനെ അടിച്ച് തെറിപ്പിക്കുക, രണ്ടാമത്തേത് തലയിലേക്ക് ഹുക്ക് ചെയ്യുക. ഇത്രയുള്ള സംഭവം, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് അപ്പോൾ രണ്ടാമത്തെ അടി. ഈ അടി എന്ന് പറഞ്ഞാൽ നേരെ തലയിലേക്കാണ് അടിക്കണത്. ഈ അടി എങ്ങനെ ഡിഫെൻഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടുകാൽ ഉപയോഗിച്ചുകൊണ്ട് നേരെ ഗ്രോയിലേക്ക് അടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നേരെ സോളാർ പ്ലെക്സസിലേക്ക് അടിക്കുക. ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. ഇതാണ് മൂന്നാമത്തെ ടൈപ്പ് അടി. ഇത് നേരെ നമ്മുടെ തലയുടെ സൈഡിനെ എയിം ചെയ്തിട്ടാണ് അടിക്കണത്. അപ്പോൾ ഈ അടി ഡിഫെൻഡ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് കയറിയിട്ട് സഡനായിട്ട് കയറിയിട്ട് രണ്ട് കൈ ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യാം. പെട്ടെന്ന് കയറാം, ക്വിക്കായിട്ട് റിഫ്ലക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തലക്കടിയുള്ളൂ. അപ്പോൾ ഇതേപോലെയാണ് ചെയ്യേണ്ടത്. അടി വരുന്ന സമയത്ത് പെട്ടെന്ന് കയറാൻ ബ്ലോക്ക് ചെയ്യുക, സഡനായിട്ട് ചെയ്യണം. ഇതേപോലെ പെട്ടെന്ന് കയറാൻ ബ്ലോക്ക് ചെയ്യുക, അതിനുശേഷം റിപ്സിലേക്ക് മുട്ടുകാല ഉപയോഗിച്ച് ചെയ്യുക. റിപ്സിലോട്ട് തന്നെ ചെയ്യണമെന്നില്ല, നമ്മുടെ കംഫർട്ടബിൾ അനുസരിച്ച് എവിടെ വേണമെങ്കിലും അടിക്കുക. അപ്പോൾ ഇതേപോലത്തെ അടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പരിക്ക് പറ്റും, ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം. അതുകൊണ്ട് ഇതേപോലൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പേടിച്ച് നിൽക്കാണ്ട് ധൈര്യമായിട്ട് കയറി ഡിഫെൻഡ് ചെയ്യുക.